നമ്മൾ സോളാർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് KCB കണക്ട് ചെയ്യുന്ന മീറ്ററാണ് നെറ്റ് മീറ്റർ അല്ലെങ്കിൽ ബൈഡയറക്ഷണൽ മീറ്റർ. ഈ മീറ്റർ KCBയിലേക്ക് നമ്മൾ എത്ര എക്സ്പോർട്ട് ചെയ്തു, അതുപോലെ KCBയിൽ നമ്മൾ എത്ര ഇമ്പോർട്ട് ചെയ്തു, എത്ര വൈദ്യുതി ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളതൊക്കെ അറിയുന്ന ഒരു മീറ്ററാണ് ഈ നെറ്റ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വാല്യൂസൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ HPLൻ്റെ 3 ഫേസ് ബൈഡയറക്ഷണൽ മീറ്റർ. അപ്പോൾ ഇതിൽ എത്ര യൂണിറ്റ് നമ്മൾ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, എത്ര യൂണിറ്റ് KCBയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം തവണ ഞെക്കി കഴിഞ്ഞാൽ ഓരോ വാല്യൂസായിട്ട് കാണിക്കും. ഇതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ട്, ടൈം, ഡേറ്റ് ഉണ്ട്, അതുപോലെ വോൾട്ടേജസ് ഉണ്ട്, ഓരോ ഫേസിലെയും വോൾട്ടേജസ് ഉണ്ട്, കറണ്ട് ഉണ്ട് ഓരോ ഫേസിലുള്ള, അതുപോലെ ഫ്രീക്വൻസി ഉണ്ടാവും, നിലവിൽ എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് KWH വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. KWH ഇവിടെ എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ട്, IMP പറഞ്ഞാൽ ഇമ്പോർട്ടാണ്, അതായത് CU പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ടോട്ടൽ. ഇപ്പോൾ ടോട്ടൽ 763 യൂണിറ്റ് നമ്മൾ KCBയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റി. അതുപോലെ ഒരു തവണയും കൂടി ഞെക്കി കഴിഞ്ഞാൽ ഇത് TOD1 ആണ്, അതായത് ഓരോ സമയത്തും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റിൻ്റെ കണക്കാണ് ഇതിലുള്ളത്. ഇത് T1 ടൈമിൽ 390 യൂണിറ്റ്, T2 ടൈമിൽ 201 യൂണിറ്റ്, T3 ടൈമിൽ 171 യൂണിറ്റ്. അതുപോലെ ക്യുമുലേറ്റീവ് KWH എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്ത ക്യുമുലേറ്റീവ് യൂണിറ്റാണിത്. ഇത് 1055 യൂണിറ്റ് നമ്മൾ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്യുമുലേറ്റീവ് വാല്യൂ ആണിത്. അപ്പോൾ ഇതിലും TOD1, TOD2, TOD3 ഉണ്ട്. 1ൽ 1053 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തു. 2ൽ 3ലും വളരെ കുറവായിരിക്കും കാര്യം. 2ലും 3ലും നമുക്ക് ആ സമയത്ത് സോളാറിനുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വാല്യൂസാണ് നമുക്ക് ബൈഡയറക്ഷനിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. നെറ്റ് മീറ്ററിലെ ഇമ്പോർട്ടഡ് യൂണിറ്റിൻ്റെയും എക്സ്പോർട്ടഡ് യൂണിറ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും KCB മാസമുള്ള ബില്ല് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടഡ് യൂണിറ്റാണ് എക്സ്പോർട്ടറിനേക്കാളും കൂടുതലെങ്കിൽ എത്രയാണോ കൂടുതൽ യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു യൂണിറ്റിനുള്ള എനർജി ചാർജ് നമ്മൾ KCB ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരും. ഇനി അല്ലെങ്കിൽ എക്സ്പോർട്ടഡ് യൂണിറ്റാണ് കൂടുതൽ ഇമ്പോർട്ടഡിനേക്കാളും എങ്കിൽ നമ്മുടെ ബില്ല് പറഞ്ഞാൽ ഫിക്സഡ് ചാർജ് മാത്രമായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സണ്ണിയുടെ സോളാറിനെ ബന്ധപ്പെടാവുന്നതാണ്.